ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മാത്തുക്കുട്ടി എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ആർജയാണ്. നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, മാത്തുക്കുട്ടിയെ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. എൻ്റെ അറിവ് മലയാളികളുടെയൊക്കെ ഒരു 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 ഇഷ്ടതാരം തന്നെയാണ്. അപ്പോൾ മാത്തുക്കുട്ടിക്ക് നമ്മളൊരു കിടുക്കാച്ചി ഐറ്റം കൊടുക്കും. അതിൻ്റെ കുക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തത്. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ആദ്യം തന്നെ വെള്ളം കൊണ്ടുള്ള പരിപാടിയാണ്. ബേസിനിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ അടുത്ത പരിപാടി തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനെടുത്ത് അതിലേക്ക് ഒരു മറിക്കുന്നു. മറിച്ച ശേഷം ഇവനെ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇതാദ്യം ഓൾറെഡി ഒന്ന് കഴുകിയത്, എന്നാലും ഒരു വഴിക്ക് പോലെ നല്ല കട്ടയ്ക്ക് ഇതുപോലെ കഴുകി കുട്ടപ്പനാക്കി സുന്ദരനാക്കി ഇങ്ങ് എടുക്കുക. ശേഷം ഇതുപോലൊരു ചട്ടി എടുക്കുക. ചട്ടിയിലെ വാഴയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കുക. ഒരു 2-3 നാരങ്ങ നല്ല രീതിയിൽ അങ്ങ് പിഴിഞ്ഞൊഴിച്ചു. ഇതുപോലെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച ശേഷം അതിലേക്ക് ഉപ്പ് വാരി ഇങ്ങ് വിതറുക. ഉപ്പ് വാരിയ ശേഷം കാശ്മീരി ചില്ലി പൗഡർ, ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് ഇവനെ നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ആ ചെമ്മീനിലേക്ക് നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിക്കുക. അത് മീഡിയം, അതായത് ഇച്ചിരി വലിപ്പമുള്ള ചെമ്മീനായാലും കുഴപ്പമില്ല, ചെറിയ ചെമ്മീനായാലും കുഴപ്പമില്ല. ഒന്നും നോക്കണ്ട, കണ്ണടച്ചെങ്കിൽ വിത്തിലേക്ക് മസാല അങ്ങ് നല്ല രീതിയിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കുക. കണ്ടല്ലേ? ഇതുപോലെ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിച്ച ഒരു രൂപത്തിലായി വരുമ്പോഴേക്ക് അതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞതെടുത്ത് മറിക്കുക. ശേഷം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി, ചെറുള്ളി, കുറച്ച് സവോളയും കൂടെ ചെറുതായി അരിഞ്ഞും കൂടെ എടുത്തൊരു മറിച്ച ശേഷം ഇതെല്ലാം കൂടെ ഇതിലിട്ടങ്ങ് മിക്സ് ചെയ്യുക. കണ്ടോ? എന്നിട്ട് ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കിയെടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് അവിടെ വെച്ചാലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് അടുത്ത നമ്മുടെ സ്ലോ മോഷനിലുള്ള പരിപാടിയാണ്. ലൈറ്റർ എടുക്കുന്നു. ലൈറ്റർ എടുത്ത് ചെറുതായി ഒന്ന് തീ പിടിപ്പിക്കുക. തീ പിടിപ്പിച്ച ശേഷം അടുത്തത് നമ്മുടെ പാൻ എടുത്ത് നേരെ വെച്ച് ചൂടാക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ വട്ടത്തിലങ്ങ് കറക്കി ഒഴിക്കുക. ശേഷം എണ്ണ ചൂടായ ശേഷം ചെമ്മീൻ ഇതിലേക്ക് ഇങ്ങനെ സ്ലോ മോഷനിൽ ഇട്ട് കൊടുക്കുക. കറക്റ്റ് ചൂടിൽ വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അവനെ ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് ഗ്രില്ല് ചെയ്യുക. ഗ്രില്ല് ചെയ്യുമ്പോൾ തന്നെ നല്ല മണമായിട്ടോ വരുന്നത് കേട്ടോ. എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല. ശേഷം ആ ചട്ടി ഒന്ന് കഴുകി ഒരു ഇച്ചിരി വെള്ളം കൂടെ അതിന് മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തളിച്ചും കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇട്ട് തീ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്യുക. അത് ആ പാനിലിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ഇതൊരു മലബാറി സ്റ്റൈലൊരു മസാല കേട്ടോ. ഇതിന് മസാലയും ആ കൂട്ടും ആ ടേസ്റ്റും എല്ലാം കൂടെ ഒരു വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. ഇത് പൊക്കത്തേക്ക് ഇതുപോലെ തേങ്ങാക്കൊത്തും കുറച്ച് കറിവേപ്പിലയും കൂടെ സ്നേഹത്തോടെ അങ്ങ് വാരി അങ്ങ് വിതറിക്കും. കണ്ണടച്ചിട്ട ശേഷം അവനെങ്ങനെ ഇതുപോലെ ഇട്ടങ്ങ് മറിക്കുമ്പോൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മറിച്ച് അപ്പുറത്തെ അല്ലല്ലോ, പാത്രത്തിൽ തന്നെ വീഴണം കേട്ടോ. ഇല്ലെങ്കിൽ ചെമ്മീൻ നല്ല വിലക്ക് മേടിച്ച ശേഷം നിലത്ത് വീണ ആകെ കോമഡി ആയിപ്പോവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് പാനിലിട്ട് ഇങ്ങനെ കറക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഇട്ട് മറിക്കുകയോ ഒക്കെ ചെയ്ത് ഇവനെ ഇങ്ങനെ ലൈറ്റായിട്ട് ഗ്രില്ല് ചെയ്യുക. ചെമ്മീൻ കുക്കാൻ അധികം നേരമൊന്നും വേണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ. എന്നിട്ട് ഇച്ചിരി സ്നേഹത്തോടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിക്കുമ്പോൾ എൻ്റെ ചങ്ങാതി ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? എനിക്ക് കൊതി വന്നിട്ടൊരു രക്ഷയില്ല. പിന്നെയല്ലേ നമ്മളെ ആണ്ടോണ്ടിരിക്കുന്ന നമ്മളെയൊക്കെ കിളി പോകില്ല എൻ്റെ ചങ്ങാതി. ഈ സാധനം ഇതുപോലെ സ്ലോ മോഷനിലിട്ട് ഇവനെ അങ്ങ് ഗ്രില്ല് ചെയ്ത് സെറ്റാക്കിയെടുക്കുക. കണ്ടില്ലേ? സംഭവം വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി, ഒരു രക്ഷയില്ല. ഇതുപോലെ കിടുക്കാച്ച് വീഡിയോകൾ ഇഷ്ടം പോലെ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഒന്നും നോക്കണ്ട, കണ്ണടച്ച് നേരെ എന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടില്ലേ? കണ്ടിട്ട് കൊതി വന്ന രക്ഷയില്ല. ബാക്കി നമ്മുടെ മാത്തുക്കുട്ടിയുടെ അടുത്തേക്ക് നമ്മൾ ഈ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് മാത്തുക്കുട്ടിയുടെ കിടുക്കാച്ചി അഭിപ്രായം കൂടെ നമുക്കങ്ങ് കേൾക്കാം. കണ്ണടച്ച് കേട്ടോ എങ്ങനെയുണ്ടെന്ന് നമ്മൾ. അടിപൊളി. ഇത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത പ്രോൺസാണ്. ഒരു തരത്തിലുള്ള വിഷമമില്ലാണ്ട് സിമ്പിളായിട്ട് തേങ്ങക്കൊത്തോട് കിടക്കട്ടെ. ഉഗ്രം പ്രോൺസ് കറക്കാനാണ് കേട്ടോ. എപ്പോഴെങ്കിലും ചൈനീസിൽ വരുവാണെങ്കിലും മൂന്നാറിൽ വരുവാണെങ്കിലും ഷെഫിൻ്റെ അടുത്ത് പ്രത്യേകം പറയാം, മാത്തുക്കുട്ടിക്ക് ഉണ്ടാക്കി തന്നെ അതേ പ്രോൺസും അതേ വിസ്കി ചിക്കനും ഉണ്ടാക്കി തന്നെ. ഇത് രണ്ടും പൊപ്പൊളിയാണ്, ഞാൻ ഗ്യാരണ്ടി.